കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡിഗ്രി മെഷറിനെ എങ്ങനെയാണ് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആട്ടോ. റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അതായത് റേഡിയനിൽ തന്ന ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, 180 ഡിവൈഡഡ് ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 റേഡിയൻസിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 6 റേഡിയൻസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡിഗ്രിയിലേക്കാക്കണം. എന്താണ് ചെയ്യേണ്ടത്, 6 റേഡിയൻസ് കൺവേർട്ട് ഡിഗ്രിയിലാക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ 6 × 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഈക്വൽ ടു 6 × 180 ഡിവൈഡഡ് ബൈ പൈൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയാമോ? പൈയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. 22 ഡിവൈഡഡ് ബൈ 7 എന്നാണ് പൈൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക 22 ഡിവൈഡഡ് ബൈ 7. പൈയുടെ വാല്യൂ 22 ഡിവൈഡ് ബൈ 7. അപ്പോൾ ഇതിനെ ഇനിയും നമുക്ക് എങ്ങനെ എഴുതാം, 6 × 180. ഇനി എങ്ങനെയാണ് ഇത് നോക്കിക്കേ, ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഈ ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതായത് ഇപ്പോൾ 22/7 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 7 ഡിവൈഡഡ് ബൈ 22. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 കൊണ്ട് ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ ഇവിടെ 3, ഇവിടെ 2 to 11 വരും. ഇനി ഇതിനെ 7 × 180 × 3 ഡിവൈഡഡ് ബൈ 11 ചെയ്യുക. 3 × 180 × 7 എത്ര കിട്ടിയത്, 3780. 3780 ഡിവൈഡഡ് ബൈ 11 കിട്ടി. അപ്പോൾ ഇതൊക്കെ 6 റേഡിയൻ എന്ന് പറയുന്നത് ഇത്രയും ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയാണോ നമ്മൾ ഡിഗ്രി ഇടുന്നത്? അല്ല. ഇപ്പോൾ നോക്കിയാൽ 3780 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 343.6363 എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാം അല്ലേ. ഇത്രയും ഡിഗ്രി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെയാണ് ഡിഗ്രി എഴുതുന്നത്? അല്ല, നമ്മൾ നീറ്റായിട്ട് എഴുതണം അല്ലേ. എങ്ങനെയാണ്, ഇപ്പോൾ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ്, ഇപ്പോൾ 5 ഡിഗ്രി 20 മിനിറ്റ്സ് 10 സെക്കൻഡ്സ് എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ. അതായത് ഡിഗ്രിയെ നമ്മൾ ഒരു പൂർണ്ണമായിട്ടും കൺവേർട്ട് ചെയ്തിട്ട് ഡിഗ്രിയെ മിനിറ്റും അതുപോലെ തന്നെ സെക്കൻഡും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാറ്. നമ്മൾ പോയിന്റ് ആയിട്ട് പറയാറില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺവെൻഷണൽ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3780 ഡിവൈഡഡ് ബൈ 11 ചെയ്തിട്ട് അതിന്റെ റിമൈൻഡറും അതൊക്കെ എടുത്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, നമ്മൾ കാൽക്കുലേറ്റർ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. 3780 ഡിവൈഡ് ബൈ 11 എന്ന് പറയുന്നത് 343.6363 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അല്ലേ. എനിക്ക് ഇതാണ് ഡിഗ്രി മിനിറ്റ് സെക്കൻഡിന്റെ ബട്ടണാണ്. ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. നോക്കിയേ, എത്രയാണ്, 343 ഡിഗ്രി 38 മിനിറ്റ് 10.9 സെക്കൻഡ്. ഇതാണ് ശരിക്കും എൻ്റെ വാല്യൂ കേട്ടോ. ഫസ്റ്റ് എഴുതാം. അതായത് 343 ഡിഗ്രി 38 മിനിറ്റ് പിന്നെ 10.9 സെക്കൻഡ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം. അതായത് 348 ഡിഗ്രി 38 മിനിറ്റ് 10.9 നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 11 സെക്കൻഡ് എഴുതാം. ഇതാണ് ആൻസർ. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞുതരാം. എന്താണ് ചെയ്യണം നോക്കി, വേറൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി നോക്കിയേ, 343 ഡിഗ്രി 0.636363 ഡിഗ്രിയാണ് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്നുള്ള കാണിച്ചു കേട്ടോ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 343നെ അതുപോലെ എഴുതുക. 343 അത്രയും ഡിഗ്രിയാണ്. 343 ഡിഗ്രി പ്ലസ് 0.6363 6 ഡിഗ്രി എഴുതാം അല്ലേ. ഇത് ഈക്വലല്ല അല്ലേ. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 343.6363 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നോക്കിയേ, 343 ഡിഗ്രി പ്ലസ് ഇത് നമുക്ക് ഇതിനെന്ത് ചെയ്യാം, മിനിറ്റ് ആക്കി മാറ്റാം. 343 ഡിഗ്രി കിട്ടി, ബാക്കി നമുക്ക് മിനിറ്റ് വേണം അല്ലേ. അത് 1നേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ മിനിറ്റ് വേണം. ഇത് നമുക്ക് മിനിറ്റിലാക്കണം. എന്താണ് ചെയ്യേണ്ടത്, നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണെന്ന് നമുക്കറിയാം, 60 മിനിറ്റ് ആണെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇത്രയും ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.6363 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര ആവും, ഇൻറ്റു 60 ചെയ്താൽ മതി. മനസ്സിലായല്ലോ. അതായത് 0.63636 ഇൻറ്റു 60 ചെയ്യുമ്പോൾ എന്തായി, ഡിഗ്രി ആണോ? അല്ല, ഇത് മിനിറ്റ് ആയി. അതായത് ഇതിനെ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും മിനിറ്റ് ആക്കി കിട്ടും. അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യുന്നത് നോക്കിയേ. 0.63636 6 ഇൻറ്റു 60 അത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്, 38.1816 മിനിറ്റ് എന്ന് കിട്ടി. ഇത്രയും മിനിറ്റ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് നോക്കിയേ, ഇവിടെ നമുക്ക് ഓൾറെഡി 343 ഡിഗ്രി ഉണ്ട് പ്ലസ് 38.1818
16 മിനിറ്റ് എന്ന് കിട്ടി. ഇതിനെ എന്ത് ചെയ്യണം? 343 ഡിഗ്രി പ്ലസ് നോക്കിയേ ഈ 38നെ അതുപോലെ എഴുതുക. 38 മിനിറ്റ് പ്ലസ് 0.181816 മിനിറ്റ് ആണ് അല്ലേ. ഇപ്പൊ നമുക്ക് ഡിഗ്രിയിലുമായി മിനിറ്റിലുമായി ഇനി നമുക്ക് പിന്നെ ഒരു ഡെസിമൽ വാല്യൂ ഉണ്ട് അല്ലേ. അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതും പറഞ്ഞുതരാം. അതായത് 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് ഇതിനെ നോക്കി മിനിറ്റിനെ നമുക്ക് ഇനി സെക്കൻഡിലേക്ക് ആക്കാം അല്ലേ. എങ്ങനെയാണ് സെക്കൻഡിലേക്ക് ആക്കുക? നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ് നമുക്കറിയാം, 60 സെക്കൻഡ് ആണെന്ന് അറിയാം. അപ്പൊ ഒന്ന് ചെയ്യാനില്ല, എന്ത് ചെയ്താൽ മതി? പ്ലസ് 0.181816 ഇൻറ്റു ഒരു 60 ചെയ്താൽ മതി. ഒരു 60 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി നോക്കിയേ? 343 ഡിഗ്രി പ്ലസ് 38 മിനിറ്റ് പ്ലസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിയേ 0.181816 ഇൻറ്റു 60 ചെയ്യുക. അപ്പോൾ നോക്കി എന്താ കിട്ടി? 10.9 സെക്കൻഡ് എന്ന് കിട്ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്ത് സെക്കൻഡായിട്ട് മാറി അല്ലേ. അപ്പൊ നമുക്കിനി ഇതിനെ എങ്ങനെ എഴുതാം? 343 ഡിഗ്രി 38 ഇത് മിനിറ്റ് ആണ് കേട്ടോ. 38 മിനിറ്റ് 10.9 സെക്കൻഡ് എന്നിട്ട് ആൻസർ കിട്ടി. ഇത് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതിയത് എങ്ങനെയാ ചെയ്യുക? 343 ഡിഗ്രി 38 മിനിറ്റ് ആൻഡ് 10.9 ആൻഡ് 11 സെക്കൻഡ് എന്നിട്ട് ഇത്രയുള്ള ആൻസർ. അപ്പൊ എന്താ നമ്മളിപ്പോ ചെയ്തത്? 6 റേഡിയനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പൈക്ക് 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇനി എന്ത് ചെയ്തു? 343 ഡിഗ്രി പ്ലസ് ഈ ഒരു ഡെസിമലിനെ നമ്മൾ എന്താ ചെയ്തത്? ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താകുന്നത്? മിനിറ്റ് ആയിട്ട് മാറി. ഡിഗ്രി നമ്മൾ മിനിറ്റ് ആക്കി മാറ്റി. കാര്യം എന്താണ്? 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. പിന്നെ അപ്പോൾ നമുക്ക് 38.1818 കിട്ടി. അതിലെ 38 മിനിറ്റ് നമ്മൾ അതുപോലെ എടുത്തിട്ട് ബാക്കിയുള്ള ഡെസിമലിനെ എന്ത് ചെയ്തു? വീണ്ടും ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ 60 എന്ന് വെച്ചാൽ എന്തിനോ മൾട്ടിപ്ലൈ ചെയ്തത്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11/16 റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. എന്താണ് നമുക്കറിയാം അല്ലേ. 11/16 ഇൻറ്റു റേഡിയനിലേക്ക് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 180/π. ഇനി നോക്കിയേ 11/16 ഇൻറ്റു 180/22/7 അല്ലേ. പൈൻ്റെ വാല്യൂ 22/7 ആണ്. അത് ഇട്ട് കൊടുത്തു. അപ്പോൾ 11/16 ഇൻറ്റു 180 എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു? ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 22 താഴെ വരും, 7 ന്യൂമറേറ്ററിലും വരും. ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് 11 ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന് വരും. ഇവിടെ നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 വരും, 45 വരും. അതായത് 45 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 315/2 8 എന്നിട്ടും ഇപ്പം നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 39.375 എന്തെന്ന് കിട്ടി? ഡിഗ്രി എന്ന് കിട്ടി. പക്ഷെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഡിഗ്രി മിനിറ്റിലേക്ക് മാറ്റണം അല്ലേ. ഒരു മെത്തേഡ് എന്താണ്? അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണ്ട ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം എന്താണ് കിട്ടുന്നത്. നോക്കി 39 ഡിഗ്രി 22 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ് വരെ അല്ലേ. ഇനിയും ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലാത്തവർക്കും വേറെ രീതിയിൽ ചെയ്യാം അല്ലേ. എങ്ങനെയായിരുന്നു നോക്കിക്കേ? 39 പ്ലസ് 0.375 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും അല്ലേ. 39.375 നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷനെ ഫസ്റ്റ് എന്ത് ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തിനാണ് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇത് ഡിഗ്രിയിലാണ് കിടന്നത് അല്ലേ. 0.375 ഡിഗ്രിയാണ്. ഡിഗ്രി നമുക്ക് എന്താക്കി മാറ്റുക? മിനിറ്റിലേക്ക് മാറ്റുക. കാരണം എന്താണ്? 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വാല്യൂ എന്തായിട്ട് മാറി? മിനിറ്റ് ആയിട്ട് മാറി. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മിനിറ്റ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 39 ഡിഗ്രി പ്ലസ് ഓക്കെ 0.375 ഇൻറ്റു 60. അപ്പോൾ എത്ര കിട്ടി? 22.5 മിനിറ്റ് എന്ന് കിട്ടി. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? മിനിറ്റ് പിന്നെ ഇവിടെ ഡെസിമൽ വന്നല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനി അതിന് മിനിറ്റ് കൊണ്ട് നമുക്ക് സെക്കൻഡ് കൂടെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 39 ഡിഗ്രി പ്ലസ് നമുക്ക് ഈ 22.5 എങ്ങനെ എഴുതുന്നത്? സ്പ്ലിറ്റ് ചെയ്യേണ്ടത് 22 പ്ലസ് 0.5 എന്ന് എഴുതാം അല്ലേ. അത് എത്ര മിനിറ്റ് ആണ് വരുന്നത്? ഇതൊരു മിനിറ്റ് ആണ്. 0.5 എന്ന് പറയുന്നതും മിനിറ്റ് ആണ്. പക്ഷെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഈ 0.5നെ ഡെസിമൽ വന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി മിനിറ്റ് അല്ല അല്ലേ. പിന്നെ എന്തായിട്ട് മാറി? മിനിറ്റിനെ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറി? സെക്കൻഡ് ആയിട്ട് മാറി. മനസ്സിലായല്ലോ? കാര്യം എന്താണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ് നമുക്കറിയാം. ഇനി ഇതിനെ ചെയ്യുക. അതായത്
39 ഡിഗ്രി പ്ലസ് 22 മിനിറ്റ് പ്ലസ് 0.5 into 60 എന്ന് പറഞ്ഞാൽ എന്താണ് 30 ആണ് അല്ലേ. 30 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് 39 ഡിഗ്രി 22 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ്സ് ആണ് ആരെന്ന് പറയുന്നത് 11/16 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ -4 റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റുക. എളുപ്പമാണ്. എങ്ങനെയാണ്? -4 into 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്യുക. അപ്പോൾ -4 into 180 പൈ എന്താണ് 22 ഡിവൈഡ് ബൈ 7 ആണ് അല്ലേ. അപ്പോൾ ആ 7 അങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോകും. ഇനി ഇതിനെ സോൾവ് ചെയ്തെടുക്കുക. 2 കൊണ്ട് ക്യാൻസൽ ആയി പോകും. 11 ഉണ്ട്. നോക്കിയേ ന്യൂമറേറ്ററിൽ 2 into 180 into 7 ഈക്വൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2520 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 11 ഡിവൈഡഡ് ബൈ 11 കൊടുത്തു. നമുക്ക് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത്? 229.090901 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും എന്തായിട്ട് മാറി? ഡിഗ്രി ആയിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്? അല്ല. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഡിഗ്രി മിനിറ്റ് സെക്കൻഡിലേക്ക് മാറ്റണം. അതിനായിട്ട് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. എങ്ങനെ കിട്ടുക നോക്കിയേ. 229 ഡിഗ്രി 5 മിനിറ്റ് 27.27 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് നമുക്ക് റൗണ്ട് ചെയ്താൽ അല്ലേ 229 ഡിഗ്രി 5 മിനിറ്റ് 27.27 എന്ന് പറയുന്നത് 27 സെക്കൻഡ് ആണ്. നമുക്ക് അല്ലാത്ത രീതിയിലും ചെയ്ത് നോക്കാം. അതായത് നോക്കി എങ്ങനെയാണ് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 229 പ്ലസ് അത്രയും ഡിഗ്രി പ്ലസ് 0.09091 ഡിഗ്രി ആവും അല്ലേ. രണ്ടും കൂടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഡിഗ്രി പോർഷനെ, ഈ ഒരു ഡെസിമൽ പോർഷനെ ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രി എന്തായിട്ട് മാറി? മിനിറ്റ് ആയിട്ട് മാറി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ 229 ഡിഗ്രി പ്ലസ് നോക്കിക്കേ 0.09091 അല്ലേ ഇൻറ്റു 60. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 5.454546 എന്ന് കിട്ടും അല്ലേ. അത്ര എന്താണ്? മിനിറ്റ് ആണ്. അപ്പം ഇതിനെ വീണ്ടും നമുക്ക് ഇവിടെ ഡെസിമൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 229 ഡിഗ്രി പ്ലസ് 5 മിനിറ്റ് പ്ലസ് 0.454546 മിനിറ്റ് അല്ലേ. ഇത് 2 മിനിറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 60 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? മിനിറ്റിനെ ആണ് പിന്നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായിട്ട് മാറി? സെക്കൻഡ് ആയിട്ട് മാറി. മിനിറ്റിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡായി. ഇവിടെ എന്താ ചെയ്തത്? ഡിഗ്രിയെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആരാക്കി മാറ്റി? മിനിറ്റ് ആക്കി. പിന്നെ മിനിറ്റിനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? സെക്കൻഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ നോക്കിയേ 0.4546 into 60. അപ്പോൾ എന്താണ് കണ്ടോ? 27.27 229. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 229 ഡിഗ്രി 5 സെക്കൻഡ് 27.2727 അങ്ങനെ പോകും. 276 സെക്കൻഡ് എന്ന് കിട്ടും. ഇതിനെ നമുക്കിനി റൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇങ്ങനെയാണ് 229 ഡിഗ്രി 5 സെക്കൻഡ് 27.27 എന്ന് പറയുന്നത് 27 റൗണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നത് അല്ലേ 27 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഇത്രയും ചെയ്തതിനേക്കാൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് 5π ഡിവൈഡഡ് ബൈ 3നെ റേഡിയനിലേക്ക് ഡിഗ്രിയിലേക്ക് മാറ്റണം. എന്താണ് ചെയ്യേണ്ടത്? 5π ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു റേഡിയനിൽ ഡിഗ്രിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 180 ഡിവൈഡഡ് ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു കാര്യം മാത്രം നമുക്ക് അറിഞ്ഞതാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. കാര്യം എന്താണ്? ഇവിടെ ഒരു പൈയും കൂടെ ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ പൈയും ഈ ഒരു പൈയും കൂടെ ക്യാൻസൽ ആയിപ്പോകും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ്? 5 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ഈ ഒരു 3യും ഈ 180 ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ ഇതൊരു 60 വരും. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക എത്രയാണ്? 300 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടെ ഡെസിമൽ ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് വേറെ രീതിയിലും ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്ത് 180 ഡിവൈഡ് ബൈ പൈ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്തല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേറൊരു രീതിയിലും ചെയ്യാം. അതെങ്ങനെയാണ്? അത് വെരിഫൈ ചെയ്ത് നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പൈ എന്ന് പറഞ്ഞ എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 180 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പൈക്ക് പകരം 180 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും മതി. പൈ ഇൻറ്റു 180 ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ 3യും 180 ക്യാൻസൽ ആകുമ്പോൾ 60 വരും. പിന്നെ 300 ആയിട്ട് മാറി. ഇത് വെരിഫൈ ചെയ്ത് നോക്കാൻ ഇങ്ങനെ ചെയ്താലും മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നോക്കി? 7π ഡിവൈഡഡ് ബൈ 6നെ എന്താക്കി മാറ്റണം? ഡിഗ്രിയിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? 7
പൈ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്യുക. നോക്കി ഈ പൈ എങ്ങനെ ക്യാൻസൽ ആയി പോയി. പിന്നെ എന്ത് ചെയ്താൽ 6 കൊണ്ട് പോവാം അല്ലേ. അപ്പോൾ ഇത് എത്രയായി 30 ആയിട്ട് മാറി. അതായത് 210 ഡിഗ്രി എന്ന് കിട്ടി. എളുപ്പം അല്ലേ. ഇത് വെരിഫൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെ 7 ഇൻറ്റു പൈക്ക് പകരം എത്ര കൊടുത്താൽ മതി 180 കൊടുക്കുക ഡിവൈഡ് ബൈ 6 ചെയ്യുക. ഇതേപോലെ തന്നെയാണ് അല്ലേ. പിന്നെ 6ഉം 180 ക്യാൻസലായി 30 ഡിഗ്രി ആകും. അതായത് 3 ബാക്കിയുള്ളത് 30ഉം 70 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 ഡിഗ്രി. ഇത് ഭയങ്കര എളുപ്പമായിരുന്നു. കാര്യം എന്താണ് പൈ ഉണ്ടായിരുന്നു. ഈ പൈയും ക്യാൻസൽ ആയപ്പോൾ കൂടുതലൊന്നും ബാക്കി ചെയ്യാനായിട്ടില്ല. ഫ്രാക്ഷനൊന്നും വന്നില്ല. അതുകൊണ്ട് എളുപ്പമായിരുന്നു അല്ലേ.